മാധ്യമങ്ങളെ എങ്ങനെയാണ് രാഷ്ട്രീയ പാർട്ടികൾ വിലക്കെടുക്കുന്നത്? ഇതാ നമ്മുടെ മുന്നിൽ ഒരു ഉദാഹരണം, ശബ്ദിക്കുന്ന തെളിവ് വന്നുപെട്ടിട്ടുണ്ട്. അത് മറ്റൊന്നുമല്ല, എല്ലാവരുടെ കയ്യിലും ഇന്ന് രാവിലെ എത്തിയിട്ടുണ്ട്. അത് മാതൃഭൂമി ദിനപത്രമാണ്. 2026 ഫെബ്രുവരി 26 മാതൃഭൂമി ദിനപത്രത്തിലെ 1-ാം പേജ് ഫുൾ പരസ്യമാണ്. പരസ്യം ആരുടേതാണ്? തെലുങ്കാന സർക്കാരിൻ്റേത്. തെലുങ്കാന ആരാണ് ഭരിക്കുന്നത്? കോൺഗ്രസ് ആണ് ഭരിക്കുന്നത്. എന്തിനാണ് തെലുങ്കാന സർക്കാർ കേരളത്തിൽ മലയാളത്തിൽ ഒരു പരസ്യം നൽകുന്നത് എന്ന ചോദ്യമൊന്നും ചോദിക്കരുത്. അത് ചെയ്യാറുണ്ട്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മറ്റ് സംസ്ഥാനങ്ങളിലെ മാധ്യമങ്ങൾക്ക് പരസ്യം നൽകാറുണ്ട്. പക്ഷേ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഒരു പരസ്യം നൽകുന്നത് എന്തിനാണ് എന്ന് എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട്. മാധ്യമങ്ങളെ കയ്യിലെടുക്കുക എന്നതുകൊണ്ട് തന്നെയാണ്. ഇന്നിപ്പോൾ മാതൃഭൂമിയിൽ മാത്രമാണ് വന്നിരിക്കുന്നത്. നാളെ മറ്റു മാധ്യമങ്ങളിലേക്കും ഈ പരസ്യം വരാനുള്ള സാധ്യതയുണ്ട്. പ്രമുഖ മാധ്യമങ്ങളെല്ലാം കോൺഗ്രസിന് വേണ്ടി വിട്ടുപണി ചെയ്തു തുടങ്ങി എന്നതിൻ്റെ ശബ്ദിക്കുന്ന ഉദാഹരണം. അതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യവും കൂടിയുണ്ട്, പരസ്യത്തിലാണെങ്കിലും പറയാതിരിക്കാൻ കഴിയില്ല. എന്താണ്? അന്തസ്സുള്ള സുരക്ഷിതത്വം. ഇതാണ് അതിൽ കൊടുത്ത ഒരു വികസന പ്രവർത്തനത്തിൻ്റെ ക്യാപ്ഷൻ. അന്തസ്സുള്ള സുരക്ഷിതത്വം. വീട് എന്നത് 4 ചുവരുകളല്ല, അത് നിങ്ങളുടെ സ്വപ്നങ്ങളുടെ വിലാസമാണ്. ഇന്ദിരാമ്മ വീടുകൾ, അന്തസ്സുള്ള ഭവന നിർമ്മാണത്തിന് 5 ലക്ഷം രൂപ ധനസഹായം. 5 ലക്ഷം രൂപ മുടക്കി എടുത്ത ഒരു വീടിൻ്റെ ചിത്രവും കൂടി നൽകിയിട്ടുണ്ട്. ഇന്ദിരാമ്മ വീട് എന്നാണ് പേര്. ഇന്ദിരാഗാന്ധിയുടെ ഓർമ്മയ്ക്ക് ഇന്ദിരാമ്മ വീടുകൾ എന്നാണ് പേര് നൽകിയിരിക്കുന്നത്. പേര് നൽകുക മാത്രമല്ല, ആ വീടിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്ത് ഇന്ദിരാഗാന്ധിയുടെ ചിത്രവും കൂടി വെച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കും സർക്കാർ വെച്ചു കൊടുത്ത വീടാണ് എന്ന്. ഇനിയിപ്പോൾ വീടിൻ്റെ അവസ്ഥ നോക്കിയാലോ, ഒരു തീപ്പെട്ടിക്കൂട് പോലെയുള്ള ഒരു വീട്. അതാണ് ഈ വീടിൻ്റെ ചിത്രം നമ്മോട് പറയുന്നത്. 4 ലക്ഷം രൂപയ്ക്ക് എടുത്തു കൊടുത്ത വീട്. പ്രേക്ഷകർ സമയമുണ്ടെങ്കിൽ ഒന്ന് മെല്ലെ മൊബൈലിൽ ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ, ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ ലൈഫ് വീടുകൾ കാണാൻ കഴിയും. കേരളത്തിൽ സർക്കാർ നിർമ്മിച്ചു കൊടുത്ത ലൈഫ് വീടുകൾ. ആ വീടുകൾക്ക് മുകളിൽ മോദിയുടെ ചിത്രം വെക്കണമെന്ന് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടിരുന്നു. സംസ്ഥാന സർക്കാർ പറഞ്ഞു നടക്കില്ല എന്ന്. അതോടുകൂടി നാമമാത്രമായി നൽകുന്ന തുക പോലും തടഞ്ഞു വെച്ചു കേന്ദ്ര BJP സർക്കാർ. ബ്രാൻഡിംഗ് നടപ്പാക്കിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചു ബ്രാൻഡിംഗ് നടപ്പാക്കില്ല. അങ്ങനെ ഏതെങ്കിലും ആരുടെയെങ്കിലും സഹായത്താൽ നിർമ്മിച്ച വീടാണ് എന്ന് ഒറ്റനോട്ടത്തിൽ ആരും മനസ്സിലാക്കേണ്ട. അത് അവരുടെ അഭിമാനത്തെ ചോദ്യം ചെയ്യുന്നതാണ്. അത് വേണ്ട എന്ന് പറഞ്ഞത് സംസ്ഥാന സർക്കാരാണ്, സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. അങ്ങനെയുള്ള ഒരു സർക്കാരിന് എതിരെ പ്രവർത്തിക്കുന്നതിന് വേണ്ടി നൽകിയ പരസ്യം, ആ പരസ്യത്തിൽ കൊടുത്ത ഒരു ചിത്രം, വീടുകൾക്ക് മുകളിൽ ഇന്ദിരാഗാന്ധിയുടെ ചിത്രം, ത്രിവർണ്ണ പതാകയുടെ കളർ, ഇതൊക്കെ കൊടുത്ത് ഇത് ഞങ്ങൾ സൗജന്യമായി നൽകിയതാണ് എന്ന് വിളിച്ചു പറയുന്നതാണ് ആ ചിത്രം. എന്ന് വെച്ചാൽ അത്രമാത്രം അപഹസിക്കുന്നു അവിടുത്തെ സാധാരണക്കാരെ കോൺഗ്രസ് സർക്കാരുകൾ. ഇവിടെ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ, നാളെ കോൺഗ്രസ് ഒരു ഭവന പദ്ധതി പ്രഖ്യാപിക്കുകയും വീട് വെച്ച് നൽകുകയും ചെയ്താൽ ഇതുപോലെയാകുമോ അതും എന്ന ചോദ്യവും ഇവിടെ ഉയരുന്നുണ്ട്.